രാഷ്ട്രീയ എതിരാളിയാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ രീതിയിൽ എതിർപ്പ് പറഞ്ഞെങ്കിലും പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കാൻ തയ്യാറായ കെ സുധാകരനാണ് വിമത സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിൽ മത്സരരംഗത്തിറങ്ങിയ ജി സുധാകരനേക്കാൾ ശരിയെന്ന അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. ഈ അഭിപ്രായ പ്രകടനം നടത്തിയതോടെ കണ്ണൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തിലാണ്. മുതിർന്ന നേതാക്കളായ എ കെ ആന്റണി, രമേശ് ചെന്നിത്തല എന്നിവരുടെ പിന്തുണയോടെ കെ സുധാകരൻ എം പി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പ്രായാധിക്യം മറന്ന് കത്തിക്കയറുകയാണ്. കണ്ണൂർ കോൺഗ്രസിൽ മഞ്ഞുരുകിയതോടെ UDF തെരഞ്ഞെടുപ്പ് വിജയത്തിനായി കോൺഗ്രസ് പ്രവർത്തകരും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണ്. ഇതുവരെ കാണാത്ത ആവേശമാണ് കണ്ണൂർ ജില്ലയിലെ മണ്ഡലങ്ങളിൽ ദൃശ്യമാകുന്നത്. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ TK ഗോവിന്ദനും UDF സ്വതന്ത്ര സ്ഥാനാർത്ഥികളായതോടെ CPM പ്രതിരോധത്തിലായിരിക്കുകയാണ്. സംസ്ഥാന നേതാക്കളുടെ നീണ്ട നിര തന്നെയാണ് തളിപ്പറമ്പിൽ PK ശ്യാമളയ്ക്കായി പ്രവർത്തിക്കുന്നത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M വിജയരാജൻ, P സന്തോഷ് കുമാർ MP തുടങ്ങിയ നേതാക്കൾ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തു വരികയാണ്. എന്നാൽ കെ സുധാകരൻ MP തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായതോടെ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് അണികളും ആവേശത്തിലാണ്. UDF മണ്ഡലങ്ങളിൽ ആവേശമായി മാറാൻ കെ സുധാകരന് കഴിഞ്ഞിട്ടുണ്ട്. വലിയ ജനക്കൂട്ടമാണ് തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ കെ സുധാകരനെ കേൾക്കാനായി എത്തിച്ചേരുന്നത്. കണ്ണൂർ നിയമസഭാ മണ്ഡല സ്ഥാനാർത്ഥിത്വ വിവാദങ്ങൾക്ക് ശേഷം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA ആദ്യമായി കെ സുധാകരൻ MPയെ കാണാനെത്തിയത് കോൺഗ്രസ് ഐക്യത്തിന്റെ വിളംബരമായിട്ടുണ്ട്. പേരാവൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സുധാകരനെ ക്ഷണിക്കാനായാണ് സണ്ണി ജോസഫ് ഇന്നലെ വൈകിട്ട് തോട്ടട നടാലിലെ ലാൽ വിഹാർ വീട്ടിലേക്ക് എത്തിയത്. നേരിട്ടെത്തി സംസാരിക്കണമെന്ന് സണ്ണി ജോസഫിനോട് കെ സുധാകരൻ MP ആവശ്യപ്പെട്ടിരുന്നു. തങ്ങൾ രണ്ടുപേരും തിരക്കിലായത് കാരണമാണ് കാണാൻ വൈകിയതെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞത്. രണ്ടുപേരും കൂടി തീരുമാനിച്ച സമയമാണിത്. കെ സുധാകരൻ തന്റെ നേതാവാണ്. ഇദ്ദേഹമാണ് തന്നെ DCC KPCC പ്രസിഡന്റ് ആക്കിയത്. ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്നേഹം എല്ലായ്പ്പോഴും തനിക്ക് സുധാകരൻ തന്നിട്ടുണ്ട് എന്നും സണ്ണി ജോസഫ് പറയുന്നു. I am fully happy എന്നാണ് സുധാകരൻ പറഞ്ഞത്. പേരാവൂരിൽ പ്രചരണത്തിന് താൻ പോകില്ലെന്ന് ആര് പറഞ്ഞു? പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് പോകുന്നവരാണ് തങ്ങൾ. നേരത്തേതിനേക്കാൾ ലാഘവമുള്ള സാഹചര്യമാണ് പേരാവൂരിലുള്ളതെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു. തങ്ങൾ തമ്മിൽ ഒരു സൗന്ദര്യപ്പിണക്കവും ഉണ്ടായിട്ടില്ലെന്നും സണ്ണി ജോസഫ് തന്റെ സ്വന്തമാണെന്നും സുധാകരൻ പറഞ്ഞു. നേരത്തെ പേരാവൂർ മണ്ഡലത്തിൽ കെ സുധാകരന് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച പേരാവൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായ സണ്ണി ജോസഫിനെതിരെ പോസ്റ്റർ പ്രചരണം അടക്കം നടന്നിരുന്നു. KS ബ്രിഗേഡിന്റെ പേരിലാണ് പോസ്റ്റർ വന്നത്. സണ്ണി ജോസഫ് നന്ദികേട് കാണിച്ചുവെന്നായിരുന്നു ആരോപണം. എന്നാൽ പോസ്റ്ററുകൾ CPM പ്രവർത്തകർ പതിച്ചെന്നായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം. വിവാദങ്ങളുടെ മഞ്ഞുരുകിയതോടെ കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിലെ തന്നെ 140 മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ താരപ്രചാരകനായി മാറിയിരിക്കുകയാണ് കെ സുധാകരൻ. അടുത്ത ദിവസം തന്നെ പേരാവൂരിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന വിവരം. എന്തായാലും കെ സുധാകരന് വലിയ രീതിയിലുള്ള പിന്തുണ കേരളത്തിലെ രാഷ്ട്രീയത്തിലുണ്ട്. ആ പിന്തുണ കോൺഗ്രസ് എന്തായാലും അടിവരയിട്ട് ഉറപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം വിമത സ്ഥാനാർത്ഥിയായി നീങ്ങുമെന്നും പാർട്ടി ഉണ്ടാക്കുമെന്നും അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പിണക്കമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അതിനോടൊന്നും പൊതുസമക്ഷം പ്രതികരിക്കാതെ തങ്ങൾ കോൺഗ്രസ് ആണ്, ടീം UDF ആണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ കെ സുധാകരൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഏറ്റവും ഒടുക്കം ഉള്ള റിപ്പോർട്ടിൽ നമ്മൾ മനസ്സിലാക്കുന്നത്.